നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ട്രിഗേഴ്സ്. What's a trigger? Triggers introduction. The application constraints need to be captured inside the database. Okay, trigger എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്കൊരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡാറ്റാബേസിനകത്ത് നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. സോ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ടേബിളിൽ ചില റൂൾസ് ഫോളോ ചെയ്യും. കൺസ്ട്രെയിൻസ് മീൻസ് റൂൾസ്, ആ റൂൾസ് ഫോളോ ചെയ്യണം. ഓക്കെ, നമ്മൾ ഓരോ ടേബിളും ക്രിയേറ്റ് ചെയ്യുമ്പം ചില കൺസ്ട്രെയിൻസ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറയും അല്ലേ. നമ്മൾ ഡൊമൈൻ കൺസ്ട്രെയിൻസ്, ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, നോട്ട് നൾ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രൈമറി. സോ പ്രൈമറിക്ക് കൺസ്ട്രെയിൻസ്, നോട്ട് നൾ, യുണീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്. സോ അത് ഫോളോ ചെയ്യണമെന്ന് പറയും. ഇപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, പ്രൈമറിക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. ചില ഫീൽഡ് ഒരിക്കലും നള്ളാവാൻ പാടില്ല. സോ നോട്ട് നൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ചില ഫീൽഡ് നമ്മൾ യുണീക്കായി, പ്രൈമറിക്കിൻ്റെ കേസിൽ തന്നെ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. സോ ഇപ്പം സ്റ്റുഡൻറ്റ് ഐ ഡി ആണെങ്കിൽ നമ്മൾ അതിനെ പ്രൈമറിക്കായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റുഡൻറ്റ് ഐ ഡി, ദെൻ അതിന് സ്പേസ് ഇട്ട് പ്രൈമറിക്കും സെറ്റ് ചെയ്യും, ദെൻ നോട്ട് നള്ളെന്നും കൂടെ സെറ്റ് ചെയ്യും. സോ ഒരിക്കലും നമുക്ക് ആ ഫീൽഡ് നള്ളാക്കിയിട്ട് വിടാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ആ ഒരു ടേബിളിൽ നമ്മൾ ഡാറ്റ സെൻറ്റർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസാണ്. സോ ഇൻ കേസ് ഒരു ആട്രിബ്യൂട്ട് നമ്മൾ ഇൻറ്റീജറായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ നമ്പേഴ്സായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ ക്യാരക്ടേഴ്സായിട്ട് കൊടുത്തത്. സോ നമ്മൾ ഏത് ടൈപ്പാണോ, ഏത് ഡാറ്റ ടൈപ്പാണോ നമ്മളവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല, ആ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് തന്നെ എന്ത് ചെയ്യണം, നമ്മളവിടെ ഇൻസേർട്ട് ചെയ്യണം. ഇൻ കേസ് നമ്മൾ ആ ഡാറ്റ ടൈപ്പിലെ വാല്യൂസ് എല്ലാം ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒന്നിക്കും നമുക്ക് എറർ വരും, അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും, അലേർട്ട് വരും. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മളിപ്പം ഓരോന്നിനും ഓരോ ഫോമാറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം മെയിൽ കൊടുക്കുന്നതിന് ഒരു ഫോമാറ്റ്. സോ ആ ഫോമാറ്റിൽ തന്നെ ആയിരിക്കണം എന്ത് മെയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫോൺ നമ്പർ ആണെങ്കിൽ 10 ഡിജിറ്റ്സ് ഉള്ളതായിരിക്കും ഫോൺ നമ്പർ. സോ ഫോൺ നമ്പറിൻ്റെ കേസിൽ 10 ഡിജിറ്റ് അല്ല, നമ്മളിപ്പോൾ ഒരു ആൽഫബറ്റ്സും കാറ്റും ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താവും, എറർ വരും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കൺസ്ട്രെയിൻസ് അവിടെ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, സം കൺസ്ട്രെയിൻസ് ക്യാൻ ബി ക്യാപ്ചർഡ് ബൈ പ്രൈമറി കീ നമ്മൾ പറയും. പ്രൈമറി കീ സെറ്റ് ചെയ്യുമ്പോൾ അതൊരിക്കലും നള്ളാവാൻ പാടില്ല, അതുപോലെ തന്നെ യുണീക്ക് ആയിരിക്കണം. ഫോറിൻ കീ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കറിയാം. അതായത് ഇപ്പോൾ ഒരു ടേബിളിലെ പ്രൈമറി കീ നമ്മൾ ആ ടേബിളിൽ റെഫർ ചെയ്യാൻ വേണ്ടി വേറൊരു ടേബിൾ യൂസ് ചെയ്യുന്നത്. സോ അത് ഒരു ടേബിളിലെ പ്രൈമറി കീ വേറൊരു ടേബിൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും, ഫോറിൻ കീ ആയിട്ട് മാറും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ, ദെൻ ഒരു സബ്ജക്റ്റ് ടേബിൾ ഉണ്ടാവും. സോ സബ്ജക്റ്റ് ടേബിളിൻ്റെ അകത്ത് നമ്മൾ സബ്ജക്റ്റ് ഐ ഡി എന്ന് പറയുന്നൊരു പ്രൈമറി കീ ഉണ്ട്. ദെൻ നമുക്ക് സ്റ്റുഡൻറ്റ് ടേബിളിനകത്ത് ഒരു സ്റ്റുഡൻറ്റ് ഏത് സബ്ജക്റ്റാണോ അത് എടുത്തിന് അത് അവർക്ക് അറിയണം. സോ നമ്മൾ എന്ത് ചെയ്യും, സബ്ജക്റ്റിൻ്റെ നെയിം കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ സബ്ജക്റ്റ് ഐ ഡി ആയിരിക്കും സ്റ്റുഡൻറ്റ് ടേബിളിൽ ആ കുട്ടിയെടുത്ത സബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ആ സബ്ജക്റ്റ് ഐ ഡി സ്റ്റുഡൻറ്റ് ടേബിളിൽ പോകുമ്പം അതെന്തായിട്ട് മാറും, ഫോറിൻ കീ ആയിട്ട് മാറും. ഓക്കെ, ദെൻ യുണീക്ക്, ചില വാല്യൂസ് ഒരിക്കലും റിപ്പീറ്റഡ് ആവാൻ പാടില്ല, യുണീക്ക് വാല്യൂസ് എടുക്കണം. ദെൻ അതൊരു കൺസ്ട്രെയിൻറ്റ്. ദെൻ നോട്ട് നൾ എന്ന് പറഞ്ഞാൽ ചില നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചില ഫീൽഡ്സ് ഒരിക്കലും നള്ളായിട്ട് വെക്കാൻ പാടില്ല. സോ ഇൻ കേസ് നമ്മളിപ്പം നിങ്ങൾ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യുന്ന കേസിൽ തന്നെ നമ്മളെ ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കും അല്ലേ. സോ ആ ഡീറ്റെയിൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യും. ഇൻ കേസ് നമുക്ക് അവിടെ ഒരു റെഡ് സ്റ്റാർ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. സോ ദാറ്റ് മീൻസ് എന്നാൽ അത് റിക്വയർഡ് ഫീൽഡാണെന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾ ആ ഫീൽഡ് ഫില്ല് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അലേർട്ട് വരും. നമ്മൾ ഫില്ല് ചെയ്യാൻ വിട്ടിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അലേർട്ട് വരും അല്ലേ, ആ ഫീൽഡ് ഫില്ല് ചെയ്തിട്ടില്ല, അത് റിക്വയർഡ് ഫീൽഡാന്ന് പറഞ്ഞിട്ട് അലേർട്ട് വരും. സോ നമ്മൾ ആ ഫീൽഡ് ഫില്ല് ചെയ്യണം. ആൻഡ് ഡൊമൈൻ കൺസ്ട്രെയിൻസ് മീൻസ് നമ്മൾ പറഞ്ഞത് തന്നെ ഇൻറ്റീജർ വാല്യൂ ഫില്ല് ചെയ്യേണ്ട ഒരു ഫീൽഡ് നമ്മൾ വേറെ വാല്യൂസ് നമ്മൾ ഫില്ല് ചെയ്യാൻ നോക്കിയിട്ട് അവിടെ എന്താവും, എറർ വരും. ഇപ്പം ഡേറ്റ് ഫില്ല് ചെയ്യേണ്ട ഒരു ഫീൽഡ് ഉണ്ടാവും. സോ ഡേറ്റ് ഫില്ല് ചെയ്യേണ്ട ഫീൽഡ് നമ്മൾ വേറെ ക്യാരക്ടേഴ്സ് ഫില്ല് ചെയ്യാൻ നോക്കിയിട്ട് അവിടെ എറർ വരും. സോ ഓൾറെഡി ചില കൺസ്ട്രെയിൻസ് നമ്മളുണ്ട്. അതായത് നമ്മളെ ടേബിളിൻ്റെ ഡാറ്റാസ് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില റൂൾസ്. സോ അത് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ പറഞ്ഞ കൺസ്ട്രെയിൻസ് എല്ലാം വെച്ചിട്ട് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്, യെസ്, ഫസ്റ്റ് വൺ സ്റ്റുഡൻറ്റ് ഐ ഡി, char 20, നെയിം char 20, നോട്ട് നൾ എന്ന് പറഞ്ഞൊരു കൺസ്ട്രെയിനാണ്. ദെൻ ലോഗിൻ char 10, ഏജ് ഇൻറ്റീജർ, GPA റിയൽ നമ്പർ ഡിഫോൾട്ടാണ്
0. Constraint PK or primary key. Yes, first primary key എന്ന് പറഞ്ഞാൽ SID എന്ന് പറഞ്ഞാൽ എന്താണ് primary key ആണ്. Then login എന്ന് പറയുന്നത് yes unique ആയിരിക്കണം. The constraint GPA maximum check. Yes, constraint maximum എത്രയേ പാടുള്ളൂ? GPA less than or equal to 4.0. യെസ്, നമ്മളിപ്പം GPA നമ്മൾ ഗ്രേഡ് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഓക്കെ, സോ GPA നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാക്സിമം കൊടുക്കാനുള്ള വാല്യൂ 4.0 ആണ്. നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അൾട്ടർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? അതിൻ്റെ അകത്ത് കൺസ്ട്രെയിൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ അതർ ആപ്ലിക്കേഷൻ കൺസ്ട്രെയിൻസ് ആർ മോർ കോംപ്ലക്സ്. യെസ്, ഇതൊക്കെ നമുക്ക് ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അൾട്ടർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടി വരും, ഡയറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി വരുന്ന കുറച്ച് കൺസ്ട്രെയിൻസാണ്. ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അൾട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ആ കൊറിയിൽ തന്നെ കൊടുക്കുന്ന കൺസ്ട്രെയിൻസാണ്. സോ അത് ആപ്ലിക്കേഷൻ കൺസ്ട്രെയിൻസ് ആർ മോർ കോംപ്ലക്സ്. നീഡ് ഫോർ അസേർഷൻ ആൻഡ് ട്രിഗേഴ്സ്. ഇങ്ങനെ കൺസ്ട്രെയിൻസ് നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അസേർഷനും ട്രിഗറും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ, സം ഓഫ് ലോൺ ടേക്കൺ ബൈ എ കസ്റ്റമർ ഡസ് നോട്ട് എക്സിഡ് 1 lakh. അതൊരു എക്സാമ്പിൾ മീൻസ് നമുക്കതൊരു ചെക്ക് ചെയ്യേണ്ടതാണ് അല്ലേ? ആ ഒരു റൂളിൽ നമുക്ക് അതൊരു റൂളാണ്. നമ്മളൊരിക്കലും ഒരു കസ്റ്റമേഴ്സ് എടുക്കുന്ന ലോണ് ഒരിക്കലും 1 lakh കൂടാൻ വേണ്ടി പാടില്ല. ദെൻ സ്റ്റുഡൻറ്റ് കനോട്ട് ടേക്ക് ദ സെയിം കോഴ്സ് ആഫ്റ്റർ ഗെറ്റിംഗ് എ പാസ് ഗ്രേഡ് ഇൻ ഇറ്റ്. യെസ്, ഒരു പാസ് ഗ്രേഡ് കിട്ടിയാൽ ഒരു സ്റ്റുഡൻറ്റ് അതേ സബ്ജക്റ്റിന് അതേ കോഴ്സിന് എടുക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെയാണ് ഒരു കോംപ്ലക്സ് കൺസ്ട്രെയിൻസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അസേർഷൻ അല്ലെങ്കിൽ ട്രിഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇൻപുട്ട് ചെയ്യുന്ന കൺസ്ട്രെയിൻസിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഏജ് ഫീൽഡ് ഈസ് ഡിറൈവ്ഡ് ഓട്ടോമാറ്റിക്കലി ഫ്രം DOB ഫീൽഡ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഫീൽഡ്. ട്രിഗേഴ്സ്, യെസ്, ഇതൊക്കെ നമ്മൾ കൺസ്ട്രെയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? സോ ഒരു കൺസ്ട്രെയിൻസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ട്രിഗേഴ്സും അതുപോലെ തന്നെ അസേർഷൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, വാട്ട് ഈസ് എ ട്രിഗർ? എ പ്രൊസീജിയർ that runs automatically when a certain event occurs in the DBMS. Yes, ഒരു certain event occur ചെയ്താൽ ഒരു പ്രൊസീജിയർ നമ്മൾ കൊടുക്കും. ആ പ്രൊസീജിയർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റണ്ണ് ചെയ്യും. DBMSൽ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പ്രൊസീജിയർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യും. അതിനെ നമ്മൾ ട്രിഗർ എന്ന് പറയുന്നത്. The procedure performs some action. എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്ന ആക്ഷൻസ്? അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദ പ്രൊസീജിയർ ട്രിഗർ എന്ന് പറഞ്ഞാൽ എ പ്രൊസീജിയർ ദാറ്റ് റൺസ് ഓട്ടോമാറ്റിക്കലി വെൻ എ സർട്ടൻ ഇവൻറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഡാറ്റാബേസ്. ഒരു സർട്ടൻ ഇവൻറ്റ് DBMSൽ ഒക്കർ ചെയ്താൽ ഒരു പ്രൊസീജിയർ റൺ ചെയ്യും. സോ ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്തൊക്കെ ആക്ഷൻസാണ് ആ പ്രൊസീജിയർ റൺ ചെയ്യുക എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ചെക്ക് സെർട്ടൻ വാല്യൂസ്. ചിലപ്പം വാല്യൂസ് ചെക്ക് ചെയ്യാനായിരിക്കും പ്രൊസീജിയർ, അല്ലെങ്കിൽ ഫിൽ ഇൻ സം വാല്യൂസ്, ചില വാല്യൂസ് ഫിൽ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇൻസേർട്ട് ഓർ ഡിലീറ്റ്സ് ഓർ അപ്ഡേറ്റ്സ് അതർ റെക്കോർഡ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ആയിരിക്കും. ഓക്കെ, ചെക്ക് ദാറ്റ് സം ബിസിനസ് കൺസ്ട്രെയിൻസ് ആർ സാറ്റിസ്ഫൈഡ്. ചില ബിസിനസ് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യാനോ അല്ലെ ഒരു ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യാനായിരിക്കും, അതായത് കമ്മിറ്റ് ചെയ്യാനോ റോൾ ബാക്ക് ചെയ്യാനോ ആയിരിക്കും. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ചില പ്രൊസീജിയേഴ്സ് റൺ ചെയ്യും, ചില ഇവൻറ്റ് ടേക്സ് പ്ലേസ് ചെയ്താൽ അതുപോലെ നമ്മൾ സെറ്റ് ചെയ്യും. സോ അതിനെ നമ്മൾ ട്രിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ട്രിഗർ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ട്രിഗർ കമ്പോണൻസ് ഉള്ളത്. ഒന്ന്, ഇവൻറ്റ്. വെൻ ദിസ് ഇവൻറ്റ് ഹാപ്പൻസ് ദ ട്രിഗർ ഈസ് ആക്ടിവേറ്റഡ്. ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് അവിടെ ഹാപ്പൻ ചെയ്താൽ, ആ ഇവൻറ്റ് നടന്നാൽ ട്രിഗർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഓപ്ഷണൽ. ഓക്കെ, ഓപ്ഷണൽ കമ്പോണൻ്റ് ആണ്. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, ഇൻ കേസ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, ട്രിഗർ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് ഇറ്റ് ഈസ് സ്കിപ്ഡ്. ദെൻ ആക്ഷൻ. ദ ആക്ഷൻ പെർഫോംഡ് ബൈ ദ ട്രിഗർ. ആക്ഷൻ മീൻസ് ആ ട്രിഗർ പെർഫോം ചെയ്യുന്ന ആക്ഷൻസ്. ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് ഒക്കർ ചെയ്തു, അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ ട്രൂ ആയി. ദെൻ എന്ത് ആക്ഷനാണോ ആ ട്രിഗർ പെർഫോം ചെയ്യുന്നത്, ഈ 2 കണ്ടീഷനും ട്രൂ ആയാൽ ദെൻ എന്ത് ആക്ഷനാണ് ആ ട്രിഗർ പെർഫോം ചെയ്യേണ്ടതെന്നുള്ളതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ട്രിഗറിൻ്റെ സിമാൻറ്റിക്സ് നോക്കാം. വെൻ ദ ഇവൻറ്റ് ഒക്കേഴ്സ്, വെൻ പെർട്ടിക്കുലർ ഇവൻറ്റ് ഒക്കേഴ്സ് ആൻഡ് കണ്ടീഷൻ ഈസ് ട്രൂ, കണ്ടീഷൻ ട്രൂ ആണ് ഇവൻറ്റ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സിക്യൂട്ട് ദ ആക്ഷൻ. ആക്ഷൻ എന്ത് ചെയ്യും? എക്സിക്യൂട്ട്. നമ്മൾ കൊടുത്ത ആക്ഷൻ എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ട്രിഗർ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്?
നോക്കാം 3 ഇവൻറ്റ് ടൈപ്സ് ഉള്ളത്. ഒന്ന് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചില എന്തെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകും ഇൻസേർട്ട് ഇവൻറ്റ്, ദെൻ അപ്ഡേറ്റ് ഇവൻറ്റ്, ദെൻ ഡിലീറ്റ് ഇവൻറ്റ്. 2 ട്രിഗറിങ് ടൈംസ് ഉള്ളത്. യെസ്, എപ്പോഴൊക്കെ ട്രിഗർ ചെയ്യേണ്ടത് അതിന് 2 ട്രിഗറിങ് ടൈംസാണ് നമ്മൾ ഇതാക്കും. ഒന്നിക്കൽ ആ ഇവൻറ്റ് ഒക്കുർ ചെയ്യുന്നതിന് മുന്നേ, ദാറ്റ് ഈസ് ബിഫോർ ദ ഇവൻറ്റ്, അല്ലെങ്കിലോ ആ ഇവൻറ്റ് ഒക്കുർ ചെയ്തതിന് ശേഷം, ദാറ്റ് ഈസ് ആഫ്റ്റർ ദ ഇവൻറ്റ്. 2 ഗ്രാനുലാരിറ്റീസ് ഉണ്ട്. എക്സിക്യൂട്ട് ഫോർ ഈച്ച് റോ, ഓരോ റോയിൽ എക്സിക്യൂട്ട് ചെയ്യണം. മീൻസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും വേണമെന്ന്. ഗ്രാനുലാരിറ്റീസ് മീൻസ് ആ ഇവൻ്റ് എവിടെയാണ് എല്ലാ റോസിലും അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, യെസ്. ട്രിഗർ ഇവൻറ്റ് എങ്ങനെ നമ്മൾ ട്രിഗർ ക്രിയേറ്റ് ട്രിഗർ നെയിം നമ്മൾ കൊടുക്കുന്ന ട്രിഗർ നെയിം ബിഫോർ ഓർ ആഫ്റ്റർ മീൻസ് എപ്പോഴാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഇവൻറ്റിന് ശേഷമാണോ അല്ലെങ്കിൽ ഇവൻറ്റിന് മുന്നേ ആണോ എന്നുള്ളത്. ദെൻ ഇവൻറ്റ്, ഏത് ഇവൻ്റാണ്? ഇൻസേർട്ട് ഇവൻ്റ് ആണോ, അപ്ഡേറ്റ് ഇവൻ്റ് ആണോ, അതോ ഡിലീറ്റ് ഇവൻ്റ് ആണോ, ഓൺ ഏത് ടേബിളിലാണ് നമ്മൾ ഈ ട്രിഗർ അപ്ലൈ ചെയ്യേണ്ടത്. സോ ടേബിൾ നെയിം സ്പെസിഫൈ ചെയ്യാം. എക്സാമ്പിൾ ഉണ്ട്, ക്രിയേറ്റ് ട്രിഗർ ABC എന്ന ട്രിഗർ നെയിം ബിഫോർ ഇൻസേർട്ട് ഓൺ സ്റ്റുഡൻറ്റ്. യെസ്, ഇൻസേർട്ട് സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ട്രിഗർ പെർഫോം ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുന്നതിന് ശേഷമല്ല, ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ. ദിസ് ട്രിഗർ ഈസ് ആക്ടിവേറ്റഡ് വെൻ ആൻ ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇഷ്യൂഡ്. ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ട്രിഗർ എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യും. ബട്ട് ബിഫോർ ന്യൂ റെക്കോർഡ് ഈസ് ഇൻസേർട്ടഡ്. യെസ്, പുതിയ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തായിരിക്കും ആ ആക്ഷൻ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ക്രിയേറ്റ് ട്രിഗർ നെയിം ദാറ്റ് ഈസ് XYZ ആഫ്റ്റർ അപ്ഡേറ്റ് ഓൺ സ്റ്റുഡൻസ്. യെസ്, ആ സ്റ്റുഡൻറ്റ് എന്ന ടേബിൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ആ ട്രിഗറിൽ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ പെർഫോം ചെയ്യേണ്ടത്. ആക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല, ആക്ഷൻ പിന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ ഇവൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അപ്ഡേറ്റ് ആക്ഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഇവൻറ്റ് പെർഫോം ചെയ്യുന്നതിൻ്റെ മുന്നേ ആണ് ട്രിഗർ പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്ഡേറ്റ് എന്ന് പറയുന്ന ഇവൻറ്റ് പെർഫോം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ട്രിഗറിൻ്റെ അകത്ത് എന്താണോ പറഞ്ഞത് അത് പെർഫോം ചെയ്യണം. ദിസ് ട്രിഗർ ഈസ് ആക്ടിവേറ്റഡ് when an update statement is issued and after the update is executed. അപ്ഡേറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം എന്ത് ആ ട്രിഗർ പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞതെന്നാ ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കണം ന്യൂ റെക്കോർഡ്, അതായത് ന്യൂ റെക്കോർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കണം ആ ട്രിഗർ പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഇവൻറ്റിൻ്റെ എക്സാമ്പിൾ. Then granularity of event. A single SQL statement may update, delete or insert many records at same time. Yes, at a time നമുക്ക് കുറേ റെക്കോർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യണം. യെസ്, നമുക്ക് അറ്റ് എ ടൈമിന് ഡിഫറെൻറ്റ് മീൻസ് മെനി റെക്കോർഡ്സിലേക്ക് നമുക്ക് ആ ചേഞ്ച് അതായത് ട്രിഗർ ചെയ്യാൻ വേണ്ടി പറ്റും. Does the trigger execute for each updated or deleted record and once for the enter statement? ഒന്നിക്കൽ നമുക്ക് ഓരോ ടൈമും നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ട്രിഗർ ഓക്കർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒറ്റൊരു പ്രാവശ്യം ആ ട്രിഗർ അവിടെ പെർഫോം ചെയ്യണം. 2 ടൈപ്സ് ഗ്രാനുലാരിറ്റി ഉള്ളത് ഓൾറെഡി. ഓക്കെ, ക്രിയേറ്റ് ട്രിഗർ നെയിം ബിഫോർ ഓർ ആഫ്റ്റർ ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റ്, അതാണ് നമ്മൾ ഇവൻറ്റ്. ഫോർ ഈച്ച് റോ ഓർ ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഗ്രാനുലാരിറ്റി തന്നെ. ഈച്ച് റോയിൽ നമ്മൾ ആ ട്രിഗർ പെർഫോം ചെയ്യണം, അതോ ഓരോ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ആ ട്രിഗർ പെർഫോം ചെയ്യണം, അതാണ് ഗ്രാനുലാരിറ്റി പറയുന്നത്. ഇൻ കേസ് നമുക്ക് ഈച്ച് റോയിൽ നമുക്ക് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ പെർഫോം ചെയ്യാം, അതാണ് ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ക്രിയേറ്റ് ട്രിഗർ നെയിം ദാറ്റ് ഈസ് XYZ ആഫ്റ്റർ അപ്ഡേറ്റ് ഓൺ, അപ്ഡേറ്റിന് ശേഷം ടേബിൾ നെയിം ഏത് ടേബിളിലാണെന്നുള്ളത്. ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്, ഓരോ സ്റ്റേറ്റ്മെൻറ്റ്. This trigger is activated once after all records are updated. Yes, for each statement എന്ന ഗ്രാനുലാരിറ്റി നമ്മൾ യൂസ് ചെയ്താൽ ആ ട്രിഗർ ഒറ്റൊരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ദിസ് ട്രിഗർ ഈസ് ആക്ടിവേറ്റഡ് വൺസ് ആഫ്റ്റർ ഓൾ റെക്കോർഡ്സ് ആർ അപ്ഡേറ്റ്. എല്ലാ റെക്കോർഡ്സും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒറ്റ ടൈംസ് മാത്രമേ ആ ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യൂ. ബട്ട് നെക്സ്റ്റ് ഗ്രാനുലാരിറ്റി പറഞ്ഞാൽ എന്താണ്? ഫോർ ഈച്ച് റോ. അതെങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കാം. ക്രിയേറ്റ് ട്രിഗർ നെയിം ദാറ്റ് ഈസ് XYZ ബിഫോർ ഡിലീറ്റ് ഓൺ ടേബിൾ നെയിം.
ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ, ഏത് ടേബിളിലാണോ ഡിലീറ്റ് ചെയ്യുന്നത് അതിന് മുന്നേ ചെയ്യേണ്ട ഇതാണ്. ഫോർ ഈച്ച് റോ ദിസ് ട്രിഗർ, ദാറ്റ് ഈസ് ഫോർ ഈച്ച് റോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാനുലാരിറ്റിയാണ്. ദിസ് ട്രിഗർ ഈസ് ആക്ടിവേറ്റഡ് ബിഫോർ ഡിലീറ്റിംഗ് ഈച്ച് റെക്കോർഡ്. യെസ്, നമ്മൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ടേബിളിൽ ഓരോ റെക്കോർഡും ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തായിരിക്കും, ഓരോ റെക്കോർഡും ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓരോ റെക്കോർഡും ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ട്രിഗർ എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. നമ്മൾ മുന്നത്തെ കേസിലാണ് എല്ലാ റെക്കോർഡ്സും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒറ്റൊരു പ്രാവശ്യം മാത്രമേ ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് കേസിൽ, ഗ്രാനുലാരിറ്റി ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ അപ്ഡേറ്റ് അതാ പറഞ്ഞത്, അതായത് ആ ടേബിളിൽ എല്ലാ റെക്കോർഡ്സും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരിക്കൽ മാത്രമേ ആ ട്രിഗർ പെർഫോം ചെയ്യുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫോർ ഈച്ച് റോ എന്ന് പറഞ്ഞാൽ ഗ്രാനുലാരിറ്റിയിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഡിലീറ്റ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് ആ ഒരു ടേബിൾ ഓരോ ടേബിളും ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ട്രിഗർ എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, സോ ആ 2 ടൈപ്സ് ഓഫ് ഗ്രാനുലാരിറ്റി യൂസ് ചെയ്യുന്നത്. ദെൻ ട്രിഗറിൻ്റെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു 3 കമ്പോണൻസ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇവൻ്റാണ്. ദെൻ ഇവൻറ്റ് പഠിച്ചു. ദെൻ ഇവൻ്റ് കൂടെ നമ്മൾ എന്ത് പഠിച്ചു, ഗ്രാനുലാരിറ്റി പഠിച്ചു. ദെൻ ബിഫോർ ഓർ ആഫ്റ്റർ എപ്പോഴാണോ ചെയ്യേണ്ടതെന്നുള്ളത് അത് നോക്കി. ദെൻ നമുക്ക് നെക്സ്റ്റ് കമ്പോണൻറ്റ് പഠിക്കാനുള്ള ട്രിഗറിൻ്റെ, ദാറ്റ് ഈസ് കണ്ടീഷൻ. ദിസ് കമ്പോണൻറ്റ് ഈസ് ഓപ്ഷണൽ. ഈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ക്രിയേറ്റ് ട്രിഗർ നെയിം, ഓക്കെ, ബിഫോർ ഓർ ആഫ്റ്റർ, ഓക്കെ, ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റ്, ദാറ്റ് ഈസ് എൻ ഇവൻറ്റ്. ഓക്കെ, ഓൺ ടേബിൾ നെയിം, ഏത് ഇവൻ്റാണോ പെർഫോം ചെയ്യുമ്പോൾ, ഏത് ഇവൻറ്റ് പെർഫോം ചെയ്യുമ്പോൾ ആണ് എന്നുള്ളത് നമ്മൾ ഈ ട്രിഗർ ഹാപ്പൻ ചെയ്യും. സോ ഏതൊക്കെ ഇവൻ്റ് ആവാം, ഇൻസേർട്ട് ഇവൻ്റ് ആവാം, അപ്ഡേറ്റ് ഇവൻ്റ് ആവാം, ഡിലീറ്റ് ഇവൻ്റ് ആവാം. ഓൺ വിച്ച് ടേബിൾ നെയിം. ഫോർ ഈച്ച് റോ, ഏത് ഗ്രാനുലാരിറ്റി ആണോ, ഈച്ച് റോ ആണോ അതോ ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആണോ എന്നുള്ളത്. വെൻ, യെസ്, ആ ഒരു കണ്ടീഷൻ നമ്മൾ വെൻ എന്നിട്ട് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാം. ഇങ്ങനെ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാം. If the employee's salary greater than 1,50,000, then some actions will be performed. അതെങ്ങനെ നമ്മൾ എഴുതി നോക്കാം. Create trigger name, that is M salary. After insert or delete, after insert or update, on insert or update ചെയ്യുന്നതിന് ശേഷം, on which table, employee എന്ന് പറഞ്ഞ ടേബിളാണ്. For each row, ഓരോ ടൈമും നമ്മൾ ഇൻസേർഷനും അപ്ഡേഷനും ചെയ്യുന്നതിന് ഓരോ സമയം നമ്മൾ ഇൻസേർഷനും അപ്ഡേഷനും ചെയ്തതിന് ശേഷം, വെൻ കണ്ടീഷൻ കണ്ടീഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. വെൻ ബ്രാക്കറ്റിനുള്ളിൽ ന്യൂ ഡോട്ട് സാലറി ഗ്രേറ്റർ ദാൻ 1,50,000. ഓക്കെ, സോ ഇതുപോലെ നമ്മൾ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യാം. ദെൻ ദ തേർഡ് കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് ആക്ഷൻ. ആക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വാണ്ട് ടു ഡു. എന്താണോ നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞു, ഇവൻറ്റ് പറഞ്ഞു, കണ്ടീഷൻ പറഞ്ഞു. ഓക്കെ, ഈ 2 കേസും ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ആക്ഷനാണോ പെർഫോം ചെയ്യുന്നത് അതൊന്ന് ആക്ഷൻ ആണ്. നമ്മൾ ഇവൻറ്റ് പറഞ്ഞില്ല, ഇൻസേർട്ട് ആവാം, അപ്ഡേറ്റ് ആവാം, ഡിലീറ്റ് ആവാം, അതൊന്ന് ഇവൻറ്റ്. ആ ഇവൻറ്റിന് ശേഷം നമ്മൾ ഇൻ കേസ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷനും ട്രൂ ആയാൽ എന്ത് ആക്ഷനാണോ പെർഫോം ചെയ്യേണ്ടത് അതാണ് ആക്ഷൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ആക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വാണ്ട് ടു ഡു. എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ചെക്ക് സർട്ടൻ വാല്യൂസ് ആവാം. അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞാൽ ചിലപ്പോൾ ചില വാല്യൂസ് ചെക്ക് ചെയ്യാനാവാം, ഫിൽ ഇൻ സം വാല്യൂസ്, ചില വാല്യൂസ് ഫിൽ ഇൻ ചെയ്യാനാവാം, ഇൻസേർട്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അത് റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ആവാം. ചെക്ക് ദാറ്റ് സം ബിസിനസ് കൺസ്ട്രെയിൻസ്, ചില ബിസിനസ് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാനാവാം, അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാനാവാം, ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യാനാവാം, അല്ലെങ്കിൽ റോൾ ബാക്ക് മീൻസ് ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യാനാവാം. ഇൻ ദ ആക്ഷൻ യു മേ വോണ്ട് ടു റെഫറൻസ്, യെസ്, റെഫറൻസ് കൊടുക്കണം. മീൻസ് നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷൻ്റെ അകത്ത് ഏത് റെക്കോർഡിൽ, ഇപ്പം നമ്മൾ ഓൾറെഡി ഓൾഡ് റെക്കോർഡിലാണോ നമ്മൾ ഈ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യൂ റെക്കോർഡിലാണോ ഈ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ റെഫറൻസ് ആണ് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ദ ന്യൂ വാല്യൂസ് ഓഫ് ഇൻസേർട്ട് ഓർ അപ്ഡേറ്റഡ് റെക്കോർഡ്സ്, ന്യൂ വാല്യൂസിലാണോ ഈ ആക്ഷൻ വരുത്തേണ്ടത്, അല്ലേ ഓൾഡ് വാല്യൂസ്, അതായത് ഇൻസേർട്ടഡോ അപ്ഡേറ്റഡോ അതോ ഡിലീറ്റഡോ ആയ ഓൾഡ് വാല്യൂസിലാണോ ഈ ചേഞ്ച് വരുത്തേണ്ടത്, ആ റെഫറൻസ് നമ്മളവിടെ കൊടുക്കണം ആക്ഷൻ്റെ ടൈം. ഓക്കെ, റെഫറൻസിങ് ഓഫ് വാല്യൂസ്. ഓക്കെ, റെഫറൻസിങ് ഓഫ് വാല്യൂസ് മീൻസ് ഏത് വാല്യൂസിലാണോ ഈ ആക്ഷൻസ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്, ന്യൂ വാല്യൂസിലാണോ അതോ ഓൾഡ് വാല്യൂസിലാണോ എന്നുള്ളത് റെഫറൻസ് എന്ന് പറയുന്നത്. ഇൻസേർട്ട് ഇവൻറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ഹാസ് ഓൺലി ന്യൂ
ഡിഫൈൻ, അതായത് ന്യൂ വാല്യൂസിൽ മാത്രമേ നമുക്ക് ആ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇൻസേർട്ട് ഇവൻ്റ് ആണെങ്കിൽ. ഡിലീറ്റ് ഇവൻ്റ് ആണെങ്കിലോ ഹാസ് ഓൺലി ഓൾഡ് വാല്യൂസ്, ഓൾഡ് ഡിഫൈൻഡ്. യെസ്, ഡിലീറ്റ് ഇവൻ്റ് നമുക്ക് എന്ത് ചെയ്യും, പുതിയ വാല്യൂസിൽ ചെയ്യാൻ പറ്റില്ല. ഡിലീറ്റ് ചെയ്യുമ്പോൾ മുന്നേ ഉള്ളതിനകത്ത് നമുക്ക് സ്പെസിഫൈ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓൾഡ് വാല്യൂസിലേക്ക് നമ്മൾ കൊടുക്കുക. ദെൻ അപ്ഡേറ്റ് ഇവൻ്റ് ആണെങ്കിലോ ന്യൂ വാല്യൂസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾഡ് വാല്യൂസ് നമുക്കത് ആ ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ബിഫോർ ട്രിഗറിങ് ഫോർ ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് ക്യാൻ അപ്ഡേറ്റ് ദ വാല്യൂസ് ഇൻ ന്യൂ വാല്യൂസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ചേഞ്ച് ഇൻ ദ ഓൾഡ് വാല്യൂസ് ഡസ് നോട്ട് മേക്ക് സെൻസ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ട്രിഗറിങ് ഷുഡ് നോട്ട് ചേഞ്ച് ന്യൂ. യെസ്, ട്രിഗർ ചെയ്തതിന് ശേഷമാണെങ്കിൽ ഷുഡ് നോട്ട് ചേഞ്ച് ന്യൂ ബിക്കോസ് ദ ഇവൻറ്റ് ഈസ് ഓൾറെഡി ഡൺ. യെസ്, നമുക്ക് ട്രിഗറിൻ്റെ ആഫ്റ്റർ ട്രിഗറിങ് എന്നാൽ നമുക്കൊന്നും ചേഞ്ച് വരുത്താൻ കഴിയില്ല, കാരണം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ഇവൻറ്റ് ഓൾറെഡി കഴിഞ്ഞു. സോ ഇനി നമുക്കിനി അതിൻ്റെ അകത്ത് വേറെ ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റൂല. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം ട്രിഗർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ 1. If the employee's salary is increased by more than 10%, make sure that the rank field is not empty. Yes, ഒരു എംപ്ലോയി സാലറി 10% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് മേക്ക് ഷുവർ ചെയ്യണം, ദ റാങ്ക് ഫീൽഡ് ഈസ് നോട്ട് എംറ്റി, റാങ്ക് ഫീൽഡ് എംറ്റി ആകാൻ വേണ്ടി പാടില്ല. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഹാസ് ചേഞ്ച്, ആ റാങ്ക് ഫീൽഡിൻ്റെ വാല്യൂ ചേഞ്ച് ആവും വേണം, ആ ഫീൽഡ് ഒരിക്കലും എംറ്റി ആകാനും പാടില്ല. അതർവൈസ് റിജക്ട് ദ അപ്ഡേറ്റ്. ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്തു, റാങ്ക് ഫീൽഡിൻ്റെ വാല്യൂ എംറ്റി ആയിട്ടോ അല്ലെങ്കിൽ റാങ്ക് ഫീൽഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ റിജക്ട് ചെയ്യാം. ഒരിക്കലും നമ്മളൊരു എംപ്ലോയിൻ്റെ സാലറി 10% വെച്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ റാങ്ക് ഫീൽഡ് കൂടെ ചേഞ്ച് ചെയ്യണം. ഒന്നിക്കൽ റാങ്ക് ഫീൽഡ് ഒരിക്കലും എംറ്റി ആയിട്ട് വെക്കാൻ പാടില്ല, അതുപോലെ തന്നെ റാങ്ക് ഫീൽഡ് ചേഞ്ച് ചെയ്യാതിരിക്കാൻ പാടില്ല. ഇൻ കേസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ അപ്ഡേഷൻ എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യുക. സോ ഇതെങ്ങനെ നമ്മൾ ട്രിഗർ യൂസ് ചെയ്ത് ചെയ്ത് നോക്കാം. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ. ക്രിയേറ്റ് ട്രിഗർ നെയിം, ദാറ്റ് ഈസ് റീപ്ലേസ് മീൻസ് എന്താണ്, ഇഫ് ദ ട്രിഗർ എക്സിസ്റ്റ്, ഓൾറെഡി ആ ഒരു ട്രിഗർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്യണം. ഓൾറെഡി നമ്മളവിടെ ഒരു ട്രിഗർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അഗെയിൻ നമുക്ക് ട്രിഗർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ എന്ത് ചെയ്യണം, ഇപ്പോൾ ആ ട്രിഗർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ നോ പ്രോബ്ലം, നമുക്ക് എന്ത് ചെയ്യാം, ട്രിഗർ നെയിം കൊടുത്താൽ മതി. ഇൻ കേസ് അത് ഓൾറെഡി ട്രിഗർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ റീപ്ലേസ് ചെയ്യണം. അതിനെ നമ്മൾ റീപ്ലേസ് ക്രിയേറ്റ് ഓർ റീപ്ലേസ് അത് നമുക്ക് കൊടുക്കാം. റീപ്ലേസ് എന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓൾറെഡി നമ്മൾ ആ ട്രിഗർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രിഗറിന് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ട്രിഗർ അവിടെ പ്ലേസ് ചെയ്യും. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ നെയിം, ദാറ്റ് ഈസ് എം സാലറി എന്ന് പറഞ്ഞിട്ട് ട്രിഗർ നെയിം കൊടുത്തു. ബിഫോർ ഇവിടുത്തെ ഇവൻറ്റ് എന്താണ്, അപ്ഡേറ്റ് ഓൺ എംപ്ലോയി ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെയ്യണം. എന്ത് ട്രിഗറാണ് ചെയ്യണത്, ഫോർ ഈച്ച് റോ, ഓരോ റോയും നമ്മൾ ഓരോ ഇതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പെർഫോം ചെയ്യേണ്ട ആക്ഷൻ എന്താണെന്ന് നോക്കാം. ബിഗിൻ, അവിടെയാണ് നമ്മൾ ബിഗിൻ കഴിഞ്ഞിട്ട് നമ്മൾ ട്രിഗർ ചെയ്യേണ്ട ആക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് ന്യൂ സാലറി, അതായത് പുതിയ സാലറിയിലാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. ന്യൂ ഡോട്ട് സാലറി ഗ്രേറ്റർ ദാൻ ഓൾഡ് ഡോട്ട് സാലറി ഇൻറ്റു 1.1. യെസ്, ന്യൂ ഡോട്ട് ഓൾഡ് സാലറിനെക്കാട്ടും ഗ്രേറ്റർ ആണ് ന്യൂ സാലറി എങ്കിൽ ദെൻ എന്താണ് പെർഫോം ചെയ്യേണ്ടത്. ഇൻ കേസ് അതായത് നമ്മളൊരു എംപ്ലോയിയുടെ സാലറി ഇൻക്രീസ് ചെയ്തതിന് കേൾക്കും. സോ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലേ ഓൾഡ് സാലറിനെക്കാട്ടും കൂടുതൽ ന്യൂ സാലറി ആവാം. സോ ന്യൂ സാലറി എന്ന് പറയുന്നത് ഓൾഡ് സാലറിനെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ ദെൻ എന്താ പെർഫോം ചെയ്യേണ്ടത്, ഇത് ചെക്ക് ചെയ്യണം. എന്ത് ചെക്ക് ചെയ്യണം, ന്യൂ റാങ്ക് നല്ലാണോന്നോ അല്ലെങ്കിൽ ന്യൂ റാങ്ക് ഓൾഡ് റാങ്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് ഇൻ കേസ് അത് ട്രൂ ആണെങ്കിൽ എക്സെപ്ഷൻ റേസ് ചെയ്യാം. ദ റാങ്ക് ഫീൽഡ് ഈസ് നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ റേസ് ചെയ്യുക. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ട്രിഗർ. ഓക്കെ, ഫസ്റ്റ് എന്തിനാണ് ട്രിഗർ യൂസ്, അപ്ഡേറ്റിലാണ് നമ്മൾ ഈ ട്രിഗർ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ബിഫോർ, അത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, ദെൻ ഓരോ റോയും അപ്ഡേറ്റ് ചെയ്തതിനും നമ്മൾ ചെക്ക് ചെയ്യണം. എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം ന്യൂ സാലറിയും ഓൾഡ് സാലറിനെക്കാട്ടും ഗ്രേറ്റർ ആണ് ന്യൂ സാലറി നോക്കണം. ദാറ്റ് ഈസ് നമ്മളെ സാലറി ഇൻക്രിമെൻറ്റ് ചെയ്യുന്നോ നോക്കണം. ഇൻ കേസ് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റാങ്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യുമോ അതോ നല്ലാവാനോ പാടില്ല. ഒന്നിക്കൽ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നല്ലാവരുത്. സോ ഇൻ കേസ് അത് നല്ലോ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലോ മീൻസ് റാങ്കിലൊരു ചേഞ്ചും ഇല്ലെങ്കിൽ ദെൻ അവിടെ എന്ത് ചെയ്യണം, എന്താണ് ആക്ഷൻ ഇവിടെ പറയുന്നത്, റേസ് ആപ്ലിക്കേഷൻ എറർ. യെസ്, അതാണ് ഇവിടുത്തെ ആക്ഷൻ. ആപ്ലിക്കേഷൻ എറർ
റേസ് ചെയ്യണം. അതായത് എക്സെപ്ഷൻ റേസ് ചെയ്യണം. എന്ത് എക്സെപ്ഷൻ? റാങ്ക് ഫീൽഡ് നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ റേസ് ചെയ്യണം. ദെൻ ഇഫ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് ഇഫ് ദെൻ നമ്മൾ എൻഡ് ചെയ്തു. ബിഗിൻ തൊട്ടിട്ടാണ്, ബിഗിന് ശേഷം നമ്മൾ എഴുതുന്നത് എന്തെന്ന് നമ്മളെ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇഫ് ദ എംപ്ലോയി സാലറി is increased by more than 10%, then increment the rank field by 1. Yes, more than 10% ഇൻക്രിമെൻറ്റ് ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് എന്ത് ചെയ്യണം? റാങ്ക് ഫീൽഡ് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. സോ അതെങ്ങനെ നമ്മൾ ട്രിഗർ വെച്ചിട്ട് കൊടുക്കും. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ. ഓക്കെ, ട്രിഗർ നെയിം. ബിഫോർ അപ്ഡേറ്റ് ഓഫ് സാലറി ഓൺ എംപ്ലോയി. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ update of salary on employee for each row. Begin നമ്മൾ ആക്ഷൻ എന്താണോ എന്നുള്ള അത് സ്പെസിഫൈ ചെയ്യും. ഇഫ് ന്യൂ സാലറി ഗ്രേറ്റർ ദാൻ ഓൾഡ് സാലറി ഇൻറ്റു 1.1 ആണെങ്കിൽ ദെൻ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ന്യൂ സാലറി എന്ന് പറയുന്നത് ഓൾഡ് സാലറിനെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ ദെൻ എന്താ ചെയ്യേണ്ടത്? ന്യൂ റാങ്ക് എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ന്യൂ റാങ്ക് ഈക്വൽ ടു ന്യൂ റാങ്ക് പ്ലസ് 1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതായത് നമ്മൾ പെർഫോം ചെയ്യേണ്ട ആക്ഷൻ. ഓക്കെ, സോ എൻഡ് ഇഫിൽ സ്റ്റാർട്ട് ചെയ്ത്, സോ നമ്മൾ ആ ഇഫിനെ നമ്മൾ എൻഡ് ചെയ്യുന്ന അങ്ങനെ എൻഡ് ഇഫ് എന്നിട്ട് കൊടുക്കണം. എന്നാൽ ആ സ്റ്റാർട്ട് ചെയ്ത ഇഫ് അവിടെ എൻഡ് ചെയ്യലും. ദെൻ ബിഗിൻ കൊടുത്തു. ബിഗിൻ വെച്ചിട്ട് നമ്മൾ ആക്ഷൻ പെർഫോം ട്രിഗർ ചെയ്യേണ്ട എന്താണ് ആക്ഷൻ, ആ ആക്ഷൻ പെർഫോം ചെയ്യാൻ ബിഗിന് ശേഷം എടുക്കും. ദെൻ ബിഗിൻ കൊടുത്താൽ ലാസ്റ്റ് എന്ത് ചെയ്യണം? എൻഡും കൊടുക്കണം. ഓക്കെ, സോ ഇതാ ട്രിഗറിനെ പറ്റിയിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ഒരു ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്യണം. റോ ലെവലും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗേഴ്സും പറഞ്ഞു അല്ലേ. സോ എന്താണ് റോ ലെവൽ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗേഴ്സ് തമ്മിൽ ഡിഫറൻസ് നോക്കാം. റോ ലെവൽ വേഴ്സസ് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ. നമ്മളിപ്പം കണ്ടാലേ റോ ലെവലാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത് 2 എക്സാമ്പിൾസും. എക്സാമ്പിൾ അപ്ഡേറ്റ് എം സെറ്റ് സാലറി ഈസ് ഈക്വൽ ടു 1.1 ഇൻറ്റു സാലറി. ഓക്കെ, സാലറി നമ്മൾ എന്ത് ചെയ്യും? 1.1 മീൻസ് ഓൾഡ് സാലറിനോ 1.1 സാലറി 1.1 ഇൻറ്റു ചെയ്താൽ നമ്മൾ എന്ത് ചെയ്തു? ന്യൂ സാലറി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് എന്താ? ആ ചേഞ്ചസ് നമ്മൾ ഓരോ റെക്കോർഡിലും മീൻസ് ഓരോ റെക്കോർഡിലും നമ്മൾ ആ ചേഞ്ചസ് വരുത്തും അല്ലേ. ഓരോ ടൈമും നമ്മൾ ആ ചേഞ്ചസ് റെക്കോർഡിൽ വരുത്തും. സോ നമുക്ക് നോക്കാം റോ ലെവൽ ട്രിഗേഴ്സും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, റോ ലെവൽ ട്രിഗേഴ്സിൻ്റെ കേസിൽ ചെക്ക് ഇൻഡിവിജ്വൽ വാല്യൂസ് ആൻഡ് ക്യാൻ അപ്ഡേറ്റ് ദം. ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസും ചെക്ക് ചെയ്യും റോ ലെവലാണെങ്കിൽ, എന്നിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് റോ ലെവൽ ട്രിഗേഴ്സിൽ. ഓക്കെ, ഹാവ് ആക്സസ് ടു ന്യൂ ആൻഡ് ഓൾഡ് വെക്ടേഴ്സ്. യെസ്, ന്യൂ വാല്യൂസ് നമ്മൾ ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ ഓൾഡ് വാല്യൂസിൽ നമുക്ക് ആക്സസ് ഉണ്ടാവും. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗേഴ്സ് ആണെങ്കിലോ ഡു നോട്ട് ഹാവ് ആക്സസ് ടു ന്യൂ ഓർ ഓൾഡ് വെക്ടേഴ്സ്. യെസ്, ന്യൂ ഓർ ഓൾഡ് വെക്ടേഴ്സിൽ ആക്സസ് ഇല്ല. എക്സിക്യൂട്ട് വൺസ് ഫോർ ദ എൻറ്റയർ സ്റ്റേറ്റ്മെൻറ്റ് regardless how many records are affected. ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗേഴ്സ് ഒറ്റൊരു ടൈംസ് മാത്രം എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യലും. ഓക്കെ, സോ എത്ര റെക്കോർഡ്സ് എഫക്റ്റ് ആയി എന്നുള്ളത് റിഗാർഡ്ലെസ് ആയിരിക്കും. മീൻസ് അതിന് മൈൻഡിൽ ബട്ട് ഒറ്റൊരു ടൈം മാത്രമേ എന്താ എക്സിക്യൂട്ട് ചെയ്യൂ? സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗേഴ്സ് എക്സിക്യൂട്ട് ചെയ്യലും. എക്സിക്യൂട്ട് വൺസ് ഫോർ ദ എൻറ്റയർ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡ്ലെസ് ഹൗ മെനി റെക്കോർഡ്സ് ആർ എഫക്റ്റഡ്. യൂസ്ഡ് ഫോർ വെരിഫിക്കേഷൻ ബിഫോർ ഓർ ആഫ്റ്റർ ദ സ്റ്റേറ്റ്മെൻറ്റ്. വെരിഫിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗേഴ്സ്. യൂസ്ഡ് ഫോർ വെരിഫിക്കേഷൻ ബിഫോർ ഓർ ആഫ്റ്റർ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഒറ്റൊരു പ്രാവശ്യം മീൻസ് റോ ലെവലിൻ്റെ കേസ് എടുക്കാൻ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസിനും നമുക്കത് യൂസ് ചെയ്യാം. ചെക്ക് ഇൻഡിവിജ്വൽ വാല്യൂസ് ആൻഡ് ക്യാൻ അപ്ഡേറ്റ് ദം. ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ ട്രിഗർ അവിടെ എഫക്റ്റഡ് ആവും. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ലെവലാണെന്നും ഓൺലി വൺസേ മാത്രമേ ആ ട്രിഗർ അവിടെ അപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, യെസ്, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗറിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 എക്സാമ്പിളും റോ ലെവൽ ട്രിഗറിൻ്റെതായിരുന്നു. ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗർ. ക്രിയേറ്റ് ട്രിഗർ name, that is components after insert or update of salary or delete on employee. Okay, so and events indicate 3 events at the same time. Okay, then what's our table name? Table name is specified for each statement.
സോ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗർ. സോ നമ്മൾ ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ബിഗിൻ എന്താണ് ആക്ഷൻ നോക്കാം. ഡിലീറ്റ് ഫ്രം ആർ. സോ ആർ എന്ന റെക്കോർഡിൽ ഇപ്പോൾ മീൻസ് എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. ദെൻ ഇൻസേർട്ട് ഇൻ ടു ആർ ഓഫ് കൗണ്ട്. ആർ ഓഫ് കൗണ്ടിൽ ഇൻസേർട്ട് സെലക്ട് കൗണ്ട് മീൻസ് ഫുൾ കൗണ്ട് മീൻസ് കൗണ്ട് ഓരോ ഇതും സെലക്ട് ചെയ്യാം. കൗണ്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ സാലറി ഗ്രേറ്റർ ദാൻ 1 lakh. അതായത് എത്ര എംപ്ലോയീസിനാണ് 1 lakh സാലറിനെക്കാട്ടും ഗ്രേറ്റർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആർ എന്ന റെക്കോർഡിൽ അത് സ്റ്റോർ ചെയ്യാം. ഓക്കെ. സോ ഇപ്പോൾ കറൻ്റ്ലി ആർ എന്ന റെക്കോർഡിൽ എന്താണോ ഉള്ളത് അത് ഡിലീറ്റ് ചെയ്തിട്ട് ദെൻ നമ്മൾ എന്ത് ചെയ്യുക, കറൻ്റ്ലി ഉള്ളത് ഡിലീറ്റ് ചെയ്ത് ദെൻ ഇപ്പോൾ ഇനി കൗണ്ട് ചെയ്യാം എത്ര എംപ്ലോയീസിനാണ് 1 lakh സാലറിനെക്കാട്ടും കൂടുതലുള്ളത്. ദെൻ ആ കൂടുതലുള്ള കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ ആ ഡിലീറ്റ് ചെയ്ത റെക്കോർഡിലേക്ക് മീൻസ് ആറുന്ന റെക്കോർഡിൻ്റെ അകത്തുള്ള വാല്യൂസ് ഡിലീറ്റ് ചെയ്തിട്ട് ആ റെക്കോർഡിൽ പുതിയ വാല്യൂ, അതായത് ഇപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. യെസ്, ഡിലീറ്റ് ദ എക്സിസ്റ്റിംഗ് റെക്കോർഡ് ഇൻ ആർ ആൻഡ് ദെൻ ഇൻസേർട്ട് ദ ന്യൂ കൗണ്ട്. യെസ്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയുള്ള റെക്കോർഡാണ് ഡിലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അതിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയ കൗണ്ട് ഉണ്ടാവും. ആ കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ, എത്ര എംപ്ലോയീസിന് സാലറി 1 lakhന് കൂടുതലുണ്ട്. ദെൻ ആ കൗണ്ട് ചെയ്ത് കിട്ടിയ വാല്യൂ എന്ത് ചെയ്യാം, ആറുന്ന റെക്കോർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. പ്രീവിയസ് ഉള്ള ഡിലീറ്റ് ചെയ്തിട്ട് പുതിയത് ഇൻസേർട്ട് ചെയ്യാം. സോ ഓൺലി വൺസ് ആ ട്രിഗർ ഒരിക്കൽ മാത്രം എന്ത് ചെയ്യലും റൺ ചെയ്യലും എക്സിക്യൂട്ട് ചെയ്യലും. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗറിൻ്റെ കേസ് വന്ന് അത് വൺസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യലും എക്സിക്യൂട്ട് ചെയ്യലും അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യലും. റോ ലെവൽ ട്രിഗർ എന്ത് ഓരോ ടൈമും ആക്ടിവേറ്റ് ചെയ്യും. ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ട്രിഗർ ഓൺലി വൺസ് അത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒറ്റൊരു പ്രാവശ്യം ആക്ടിവേറ്റ് ചെയ്യലും. ഓക്കെ. സോ ഇത്രയൊക്കെയാണ് ട്രിഗറിൻ്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.